ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്ന ആഴ്ച, അതായത് 24 ഓഗസ്റ്റ് 2020 മുതൽ 28 ഓഗസ്റ്റ് 2020 വരെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രീവിയസ് വീക്കിൽ ഡിസ്കസ് ചെയ്തതും പക്ഷേ സ്റ്റിൽ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്നതുമായ സ്റ്റോക്കുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ കൂടി വിസിറ്റ് ചെയ്യണം. ഇനി വെൽത്തി ലൈഫ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് സീമെൻസ്. സീമെൻസിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സീമെൻസിൻ്റെ വീക്ക്ലി ചാർട്ട് ഞാൻ സീറോദ പ്ലാറ്റ്ഫോമിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബ്രോക്കേജ് കമ്പനിയായ സീറോദയിൽ ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സീമെൻസിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ സീമെൻസിൽ ഒരു വലിയ കറക്ഷൻ വന്നിരുന്നു. ആ കറക്ഷന് ശേഷം ഒരു വി ഷേപ്പ് റിക്കവറി, ബാക്കിയുള്ള സ്റ്റോക്കുകളിൽ കാണുന്ന കണക്കൊരു വി ഷേപ്പ് റിക്കവറി നമ്മൾക്ക് സീമെൻസിൽ കാണാൻ കഴിയില്ല. അതിനർത്ഥം ഈ സ്റ്റോക്കിൽ ഇതുവരെയും ഒരു വലിയ റിക്കവറി അല്ലെങ്കിൽ റാലി വന്നിട്ടില്ല. സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ കറക്റ്റഡ് പ്രൈസിൽ തന്നെ അവൈലബിൾ ആണ്. സീമെൻസ് ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ്, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സീമെൻസ് ഇന്ത്യയിലെ ഇൻഡസ്ട്രി, എനർജി ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിലെ ലീഡിംഗ് ടെക്നോളജി പ്രൊവൈഡർ കമ്പനിയാണ്. ഈ കമ്പനി വെറുമൊരു ടെക്നോളജി പ്രൊവൈഡർ കമ്പനി മാത്രമല്ല, ഇത് ഇൻവെൻറ്റർ, ഇന്നോവേറ്റർ ആൻഡ് ഇംപ്ലിമെൻറ്റർ ഓഫ് ടെക്നോളജി എന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഈ കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഫാക്ടറി, എനർജി മാനേജ്മെൻറ്റ്, മെറ്റൽ ടെക്നോളജി, ബിൽഡിംഗ് ടെക്നോളജി, ആട്ടോമേഷൻ, ഹെൽത്ത് കെയർ എന്നീ ബിസിനസ് മോഡലുകളിൽ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റികളിലാണ് കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി സീമെൻസിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് കിടക്കാം. സീമെൻസിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 43,985.92 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് സീമെൻസ്. ഇനി കമ്പനിയുടെ വാല്യുവേഷൻ അറിയാൻ PE വാല്യൂ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ വാല്യൂ 45.64ഉം കമ്പനിയുടെ PE 57.83യുമാണ്. അതായത് കമ്പനി അല്പം വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രീമിയം വാല്യുവേറ്റഡ് സ്റ്റോക്കാണ്. ഇനി കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 0.57% ആണ് ഡിവിഡൻഡ് ഈൽഡ്. കൂടാതെ റീസെൻ്റ് ആയിട്ട് കമ്പനിയുടെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 15.81% ആണ് ഡെലിവറി. കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത, കമ്പനി ടോട്ടലി ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ്. അതായത് കമ്പനിയുടെ മുകളിൽ ഡെപ്റ്റ് ഇല്ല. കൂടാതെ കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇനി സീമെൻസിൻ്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് കടക്കാം. സീമെൻസിൻ്റെ പെർഫോമൻസ് അനാലിസിസിൽ നോക്കിയാൽ 1 മന്തിൽ സ്റ്റോക്കിൽ ഏകദേശം 4.75% ഹൈക്ക് വന്നിട്ടുണ്ട്. അതേസമയം സെക്ടറിൻ്റെ ഹൈക്ക് നോക്കുകയാണെങ്കിൽ 7.98%ഉം സെൻസെക്സിൻ്റെ ഹൈക്ക് നോക്കുകയാണെങ്കിൽ 1.33% ഹൈക്കുമാണ് ഉണ്ടായത്. അതായത് സ്റ്റോക്ക് 1 മന്തിൽ 5% ഹൈക്ക് മാത്രമേ സ്റ്റോക്കിലുണ്ടായിരുന്നുള്ളൂ. ഇനി ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കാം. ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ 1700 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്ക് ഇപ്പോൾ 1200 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതായത് 1 ഇയർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 1700 ലെവലിൽ നിന്നും മാർച്ച് മാസത്തിൽ ഇത് ഏകദേശം ഒരു 1000 ലെവലിലേക്ക് എത്തി. അതിനുള്ള റീസൺ നമുക്കറിയാം, ഗവൺമെൻറ് ലോക്ക്ഡൗൺ ഇഷ്യൂയും COVID-19 പാൻഡമിക് കണ്ടീഷനുമാണ്. അതിനുശേഷം സ്റ്റോക്കിൽ ഇതുവരെയും നല്ലൊരു റിക്കവറി വന്നിട്ടില്ല. അതായത് സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ ബൈയിങ് റേഞ്ചിൽ തന്നെയാണ്. സീമെൻസ് സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ സ്റ്റോക്ക് നിങ്ങൾക്കായി റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് ആൾറെഡി അതിൻ്റെ 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും സ്റ്റോക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിലേക്കാണ് സ്റ്റോക്ക് വരുന്നതെങ്കിൽ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നമ്മൾക്ക് ഫീൽ ചെയ്യും. അതായത് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. ഇനി
സ്റ്റോക്ക് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ 4 ട്രേഡിംഗ് സെഷനുകളിലായിട്ട് നിൽക്കുന്നു. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ നിന്നും ഒരു സപ്പോർട്ടും എടുത്തു. അതായത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 1200 റേഞ്ചാണ്. അതുകൊണ്ട് സ്റ്റോക്കിലെ ബെസ്റ്റ് ബൈയിങ് റേഞ്ചും 1200 റേഞ്ചാണ്. ഇനി സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിന് സ്റ്റോക്കിലുള്ള ഫസ്റ്റ് ടാർഗറ്റ് 1400 ആണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പറ്റിയ റേഞ്ച് 1200 ആണ്. 1400 റേഞ്ചിൽ സ്വിംഗ് ട്രേഡ് ഇൻവെസ്റ്റേഴ്സിനും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ ആയ 1700 റേഞ്ച് ടാർഗറ്റും എയിം ചെയ്യാം. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 47,038 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്ക് റീസെൻ്റ്ലി ന്യൂസിൽ വന്നിരുന്നു ഡ്യൂ ടു ഇറ്റ്സ് ബ്ലോക്ക് ഡീൽ. അതായത് ബന്ധൻ ബാങ്കിൽ പ്രൊമോട്ടേഴ്സ് അതിൻ്റെ ഹോൾഡിങ്സ് കുറച്ചിരുന്നു. അതിനുള്ള റീസൺ ബാങ്കിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയോ അല്ലെങ്കിൽ ബിസിനസ് മോഡലിനെ പറ്റിയോ ഉള്ള പ്രശ്നമല്ല. കാരണം RBIയുടെ ഫോഴ്സ് കാരണമാണ് ബന്ധൻ ബാങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് കുറച്ചത്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ബന്ധൻ ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തുടങ്ങിയവ ക്ലിയർ ആയിട്ട് പരിശോധിക്കുകയും ബാങ്കിൻ്റെ ലെവൽസും ടാർഗറ്റും അന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി ബാങ്കിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് വാല്യൂവിലാണ്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 25.69ഉം ബന്ധൻ ബാങ്കിൻ്റെ വാല്യുവേഷൻ 16.98ഉമാണ്. 3 വർഷത്തിൽ താഴെ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ചെയ്ത കമ്പനിയാണ് ബന്ധൻ ബാങ്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് തുടങ്ങിയ ഡേറ്റകൾ അവൈലബിൾ അല്ല. ഇനി ബന്ധൻ ബാങ്കിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കാം. ബന്ധൻ ബാങ്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പ് ഡിക്ലൈൻ നമ്മൾക്ക് കാണാൻ പറ്റും. അതായത് 1 മന്ത് പെർഫോമൻസിൽ സെക്ടർ 0.38%, സെൻസെക്സ് 1.33% അപ്പ് ആയപ്പോൾ ബന്ധൻ ബാങ്കിൽ 17.29% ഡൗൺ ആണ് ഉണ്ടായത്. അതായത് 3 ഓഗസ്റ്റ് 2020 345 രൂപ വിലയുള്ള ബന്ധൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് ഏകദേശം 308 രൂപയിലേക്ക് എത്തി. ഒരു 10% ഡിക്ലൈൻ നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ബിയറിഷ് ട്രെൻഡ് സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 ഇയർ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. 37.24 ആണ് സ്റ്റോക്ക് തന്ന നെഗറ്റീവ് റിട്ടേൺ. ബാങ്കിങ് സെക്ടർ -9.78%, സെൻസെക്സ് 3.71% റിട്ടേൺ ആണ് തന്നത്. ഇനി സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കാം. ഏകദേശം 600 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കായിരുന്നു. ആ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 280 രൂപ വാല്യുവേഷനിൽ അവൈലബിൾ ആണ്. ഇനി സ്റ്റോക്കിൻ്റെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യാം. സ്റ്റോക്കിൻ്റെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി 1 ഡേ ചാർട്ട് പാറ്റേണിലേക്ക് എത്താം. 1 ഡേ ചാർട്ട് പാറ്റേണിൽ സ്റ്റോക്ക് അതിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആൻഡ് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവ ക്രോസ് ചെയ്ത് ബോളഞ്ചർ ബാൻഡിൻ്റെ ലോവർ എൻഡിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റോക്ക് ഒരു ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽസ് ഞാൻ ബന്ധൻ ബാങ്കിൻ്റെ ബ്ലോക്ക് ഡീൽ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ 275, അതായത് 260 to 275 റീജിയനാണ്. ഈ പ്രൈസ് സ്റ്റോക്കിൻ്റെ ഒരു എവർ ഡിമാൻഡ് റീജിയനാണ്. ഈ പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ സ്വിംഗ് ഇൻവെസ്റ്റേഴ്സിനും ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്വിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായ 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്, അതായത് 315. അതിനുശേഷമുള്ള സെക്കൻഡ് ടാർഗറ്റ് സ്റ്റോക്കിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 378 ആണ്. സീമെൻസ് ഇന്ത്യ ലിമിറ്റഡിനും ബന്ധൻ ബാങ്കിനും ശേഷം നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ മൂന്നാമതൊരു സ്റ്റോക്ക് SBI ലൈഫ് ആണ്. ഈ സ്റ്റോക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനല്ല,
അത് സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് വരുന്ന സമയങ്ങളിൽ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയും നല്ല മൊമെൻറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരിക്കും. കാരണം സ്റ്റോക്ക് റീസെൻ്റായി അതിൻ്റെ നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് എത്തിയ സ്റ്റോക്കാണ്. ഇനി ബെസ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന 4ാമത്തെ സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ക്വാർട്ടർലി റിസൾട്ട്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ലെവൽസ് ആൻഡ് ടാർഗറ്റ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ സ്റ്റോക്ക് വരുന്നത് ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ബാറ്റ ഇന്ത്യ ലിമിറ്റഡിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇമ്മീഡിയറ്റ് ലെവൽസ് ആൻഡ് ടാർഗറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്റ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രത്യേകത, ഈ സ്റ്റോക്ക് സീസണലി ഗുഡ് പെർഫോമൻസ് തരുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ പീക്ക് വാല്യൂവിലെത്തും. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ തന്നെ ഒരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സ്വിംഗ് ട്രേഡേഴ്സിന് ഈ സ്റ്റോക്കിലേക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.